Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 29th lecture on Environmental Studies. This lecture is based on Social Issues and Environment, which is the fourth module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about the topic water conservation, and in this lecture, we are going to continue with the same topic, that is water conservation. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മീനിങ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും റീസൺസ് ഫോർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങുമാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. There are mainly three methods for rainwater harvesting. The various methods of rainwater harvesting are the following. First one is rooftop rainwater harvesting. First method rooftop rainwater harvesting ആണ്. നമുക്ക് ഈ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റെയിൻ വാട്ടർ is collected from rooftops, constructed courtyards and similar other locations from where the water generally flows out to drain and goes waste. അതായത് റൂഫ് ടോപ്സ്, കൺസ്ട്രക്റ്റഡ് കോർട്ട്യാർഡ്സ്, അതുകൂടാതെ ചില ലൊക്കേഷൻസിൽ നിന്നും ഈ മഴവെള്ളം ഒഴുകി ഡ്രെയിനേജിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് വേസ്റ്റായി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള ലൊക്കേഷൻസ്, ഇവിടെ നിന്നെല്ലാം റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്നു. The water collection is done in huge storage tanks or ponds constructed underground or at a suitable location of the house. അതായത് ഇത്തരത്തിൽ റൂഫ് ടോപ്സിൽ നിന്നും കോർട്ട്യാർഡ്സിൽ നിന്നും അതുപോലുള്ള മറ്റ് ലൊക്കേഷൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് ഹ്യൂജ് സ്റ്റോറേജ് ടാങ്ക്സിൽ അല്ലെങ്കിൽ പോൺസിലാണ്. ആൻഡ് ഈ പറഞ്ഞ ഹ്യൂജ് സ്റ്റോറേജ് ടാങ്ക്സോ പോൺസോ ഒക്കെ അണ്ടർഗ്രൗണ്ടിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഹൗസിൻ്റെ മറ്റേതെങ്കിലും ഒരു സ്യൂട്ടബിൾ ലൊക്കേഷനിലായിരിക്കും. The rooftop rainwater harvesting is also employed for groundwater recharging. അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിന് വേണ്ടിയും ഈ പറഞ്ഞ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് സർഫേസിൽ വീഴുന്ന റെയിൻ വാട്ടർ ഭൂമിക്ക് അടിയിലേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അവിടെ വാട്ടറിൻ്റെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മാറുന്നു. In above cases, the rainwater is directed to flow from rooftop via roof gutters to storage tank or under the ground. അതായത് ഈ പറഞ്ഞ കേസസിൽ റെയിൻ വാട്ടർ റൂഫ് ടോപ്പിൽ നിന്നും റൂഫ് ഗട്ടേഴ്സ് വഴി ഫ്ലോ ചെയ്ത് സ്റ്റോറേജ് ടാങ്കിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലോ എത്തുന്നു. Second method of rainwater harvesting is micro catchment water harvesting. This is a method of collecting surface runoff from a small catchment area and storing it in the root zone of an adjacent infiltration basin. അതായത് ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് റൺ ഓഫ് കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് സർഫേസ് വാട്ടറിൻ്റെ ആ ഒരു റൺ ഓഫ് അതിൽ നിന്നും വാട്ടർ കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള മെത്തേഡാണ്. ആൻഡ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം എ സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയ. അതായത് ഒരു സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും ഈ പറഞ്ഞ സർഫേസ് റൺ ഓഫ് കളക്ട് ചെയ്യുന്നു. ആൻഡ് അത് ഒരു ഇൻഫിൽട്രേഷൻ ബേസിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്യുന്നു. സോ ഈ മെത്തേഡിൽ സർഫേസ് റൺ ഓഫ് ഒരു സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും കളക്ട് ചെയ്യുകയും ഒരു ഇൻഫിൽട്രേഷൻ ബേസിന് അതിന് തൊട്ടടുത്തുള്ള ഒരു റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ദ ബേസിൻ ഇസ് പ്ലാന്റഡ് വിത്ത് ട്രീസ്, ബുഷസ് ഓർ വിത്ത് ആനുവൽ ക്രോപ്സ്. അതായത് നമ്മളിവിടെ പറഞ്ഞ ഈ ഇൻഫിൽട്രേഷൻ ബേസിൻ അതിൽ ട്രീസ്, ബുഷസ്, ആനുവൽ ക്രോപ്സ് ഇതൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഇസ് മാക്രോ കാച്ച്മെൻറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. This method is also called harvesting from external catchments. Harvesting from external catchments എന്നും ഈ മെത്തേഡ് അറിയപ്പെടാറുണ്ട്. Under this method, runoff from hill slope catchments is conveyed to the cropping area located at hill foot on flat terrain. അതായത് ഈ മെത്തേഡിൽ ഹിൽ സ്ലോപ്പ് കാച്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഹിൽ സ്ലോപ്പ് കാച്ച്മെൻറ്റ്സ് അവിടെ വീഴുന്ന റെയിൻ വാട്ടർ കൺവേ ചെയ്ത് ഫ്ലാറ്റ് ടെറൈനിലെ ഹിൽ ഫുട്ടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്രോപ്പിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഹിൽ സ്ലോപ്പ് കാച്ച്മെൻറ്റ്സിൽ വീഴുന്ന ആ ഒരു റെയിൻ വാട്ടർ ആ റൺ ഓഫിനെ കൺവേ ചെയ്ത് ഫ്ലാറ്റ് ടെറൈനിൽ ഹിൽ ഫുട്ടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്രോപ്പിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. എമംഗ്സ് ദ എബോവ് മെത്തേഡ്സ് ദ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് എ മോർ പോപ്പുലർ സിസ്റ്റം നൗ എ ഡേയ്സ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ത്രീ മെത്തേഡ്സ്, റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മൈക്രോ കാച്ച്മെൻറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാക്രോ കാച്ച്മെൻറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇതിൽ നൗ എ ഡേയ്സ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സിസ്റ്റം റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. With this lecture, we are concluding the portion water conservation. Hope you all understand about water conservation. Thank you.